സൂര്യക്ക് വേറൊരു തന്തയെ കണ്ടുപിടിയേ. നീ 1000 കോടി നഷ്ടത്തിൽ പമ്പ് നടത്തിയ ഇത്ര ഗതികെട്ട നീർത്തനം കണ്ടോണ്ട സിറ്റിയില്. എന്റെ കയ്യിൽ വന്നിട്ടുണ്ട് മുത്തുപ്പാണ്ടി. കോച്ച് ഞാനൊരു കേക്കട്ടെ, ആ പീറ്ററിനെ നിങ്ങൾ വിട്ട പീറ്ററിനെ എന്തിനാ കോച്ച് പിടിച്ചു വെച്ചേക്കുന്നത്? ദയവ് ചെയ്ത് അവനെ ഉപദ്രവിക്കാതെ അവനെ തുറന്നു വിട്. നിങ്ങള് അവനെ രക്ഷിക്കുക. എനിക്കൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കും. ഗൈസ് നമ്മളെ പമ്പൊക്കെ ഓപ്ഷന് പോയേട്ടാ. നമ്മളെ പമ്പൊക്കെ പോയേ, എല്ലാം പോയി നമ്മുടെ കയ്യിൽ നിന്ന്. നമുക്ക് എല്ലാം ഒന്നേ പിടിക്കണം. എത്ര രൂപ ഉണ്ടാക്കി ഇത്ര നാളുകൊണ്ട് ഞാൻ നോക്കി പറഞ്ഞുതരാം നിങ്ങൾക്ക്. വെയിറ്റ്, നമ്മള് 1300 കോടിക്ക് വാങ്ങിയ പമ്പിൽ നിന്ന് നമ്മൾ എത്ര ഉണ്ടാക്കി നോക്കാം. വെയിറ്റ് ചെയ്യുക. 500 കോടി 16,58,000. അയ്യോ അങ്ങനല്ല, 50 കോടി 16 ലക്ഷത്തി. വേണ്ട വലിയ കണക്കാ. 500 അല്ല, അങ്ങനെ 500 കോടി MRC ഒഫീഷ്യലി ആണോ? MRC ഫോംഡ്. ഓക്കെ ഓൾ ദ ബെസ്റ്റ് MRC. നന്നായിട്ട് വരട്ടെ. ടോട്ടൽ എക്സ്പെർട്ട് 10, 100, 1000, 16 ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 81 കോടി. 10, 100, 1000, 16 ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 100 കോടി, 330 കോടി. 1300 കോടിയില് 300 കോടി കിട്ടി. 1000 കോടി നഷ്ടം. ഹലോ, അതെ, നീ 1000 കോടി നഷ്ടത്തിൽ പമ്പ് നടത്തിയ ഏതെങ്കിലും ഒരുത്തനെ ഇത്ര ഗതികെട്ട നീർത്തനം കണ്ടോണ്ട സിറ്റിയില്? ഞാനാണ് അവൻ. ഞാനാണ് അയാൾ. ഞാൻ ഇന്ന് നമ്മുടെ ഇത് നോക്കിയേ, എത്ര കോടിയാണ് നമുക്ക് ഈ പമ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്ന്. 300 സംതിങ് കോടി. 300 കിട്ടിയിട്ടുള്ളോ? പിന്നല്ലാണ്ട്. അപ്പൊ 1000 കോടി നഷ്ടത്തിലാണ് നമ്മളെ ഈ പമ്പ് ഓടിയത് കേട്ടാ. ഒരു ബിസിനസ്മാന്റെ അധപ്പതനാണ് നീ ഇപ്പൊ കണ്ടത്. വാസോണ്ണ എന്നെ ഇന്ന് കത്തിക്കറിയ ഉറപ്പാടി. എന്നെ ഞാൻ ഇല്ല കേട്ടാ. സൂര്യക്ക് വേറൊരു തന്തയെ കണ്ടുപിടിയേ. ആ മച്ചാനെ പറ, കാശുണ്ടേ 70 കോടി. സെറ്റാണല്ലോ. ബ്ലാക്ക് ഒക്കെ ഉണ്ടാ കയ്യില്? ബ്ലാക്ക് ഉണ്ടായിരുന്നതിൽ കുറെ കൊടുത്ത്, ബാക്കി കുറച്ചുണ്ട് എന്റെ. എത്രയുണ്ട് ബ്ലാക്ക്? എന്റെ ഒരു 15 CR മുകളിലൊക്കെ ഉള്ളു. വൈറ്റ് ആണോ? ഇല്ല, എനിക്കത് ആവശ്യമുണ്ട്. ഞാൻ അന്നിന്റെ എന്റെ 17 കോടി നീകനും എടുത്ത് അത് തിരിച്ചു മേടിക്കാൻ നിക്കാൻ. 17 കോടി ബ്ലാക്ക് കൊടുത്തേ? ബ്ലാക്ക് കൊടുക്കണ്ടായിരുന്നു. അത് ബ്ലാക്ക് ഗ്രൈൻഡറിന്റെ സീനില്ല, അത് ഈസിയാണ്. ഡെയിലി ഞങ്ങൾ 1 കോടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താന്ന് എനിക്കിപ്പോ വൈറ്റിന്റെ കുറച്ച് ആവശ്യം. വൈറ്റിന്റെ ബ്ലാക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ വൈറ്റ് തരാം. എന്റെ വൈറ്റ് കുറച്ച് അധികം ഇരിപ്പുണ്ട്, അതുകൊണ്ടാ. ബ്ലാക്ക് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ബ്ലാക്ക് പുറത്ത് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. എത്രക്കാ നിങ്ങൾ മേടിക്കുന്നത്? അല്ല, ബ്ലാക്ക് നോർമലി ഉള്ള റേറ്റിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ എടുത്തോളാം. ഫോറിന് എടുക്കുവോ? ഞാനൊന്ന് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഞാൻ ഇപ്പൊ പറയാം ഒരു സെക്കൻഡ് വെയിറ്റ്. അതിന്റെ താങ്ക് യു 200. 4 എന്ന് പറയുമ്പോഴത്തേക്ക് 1 കോടി ബ്ലാക്കിന് 1 കോടി ബ്ലാക്കിന് 4 കോടി വൈറ്റ്. ഞാൻ 4 നീകന് കൊടുത്തത്. ശരി വെയിറ്റ്. ഹലോ അസാം, അതെ. എത്ര ഇപ്പൊ ബ്ലാക്ക് എടുക്കണത്? 1:4 ആണോ? എനിക്ക് അതിൽ കുറച്ച് നല്ല രീതി കിട്ടും. ഇപ്പൊ സൺറോസിന് എടുത്ത് വെക്കാൻ വേണ്ടിട്ടാണ്. എടുത്തു വെക്കാൻ 1:4 ഒരാൾ ചോദിച്ചായിരുന്നു. വേണ്ട എടുക്കണ്ട. അത് കുറച്ച് കിട്ടും. 1:2 കിട്ടുമല്ലേ? 1:2 കിട്ടത്തില്ല. ഒരു 3.25 3.5 3.5 എടുക്കണ്ട. 3.25. ശരി ഓക്കെ. താങ്ക് യു ഫോർ 200. അതിനാ ബ്രോ ഒരു 1.3 എടുക്കാം. 1.3 അല്ല സോറി 1:3 നല്ല കുറവാണ്. 3.57 ഒക്കെ മേടിക്കാൻ ആളും. അതുപോലെ നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ കുറച്ച് ബൾക്കാക്കി കഴിഞ്ഞാൽ 1:4 മേടിക്കാൻ ആളും. ഇവരില്ലേ എന്താ ഒസാമയുടെ ആൾക്കല്ലേ, ഒസാമ
ഒസാമയുടെ ആൾക്കാർ നിങ്ങളുടെ 1:4 ആ ഞാനൊരു 1:3.5 ഓക്കെയാണ് എനിക്ക് അതിൽ കൂടുതൽ 3.5 അല്ല ഞാൻ എടുക്കുന്ന ഒരാളുണ്ട് അയാളെ വിളിച്ചപ്പോഴത്തേക്കും മനസ്സിലായി. ആ എന്നാ നീ വെച്ചല്ലോ എന്തായാലും ശരി കാണാറുണ്ട് കൊണ്ടുപോകാം കേട്ടോ ഓടിക്കാം താങ്ക്സ് കുഴപ്പമില്ല നമുക്ക് നമ്മള് ടിവിയിൽ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് ബോനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് അതാണ് മെയിൻ അത്രയ്ക്ക് ഭയങ്കര ശരി ശരി നടക്കട്ടെ ഓക്കെ താങ്ക് യു നിനക്ക് പൈസ ആവശ്യമുണ്ട് നീ ആ കാര്യത്തിൽ കോച്ച് പ്രൈവറ്റ് ബസ്സിനെ അങ്ങോട്ട് ഒതുക്കിയിട്ട് ഇങ്ങോട്ട് കാര്യം പറയണ്ട് എന്താണ് പറയണേ இந்த பொம்பளோட விட்டுட்டு ஒரு காரியம் பண்ண அர்ஜென்ட் இவ வர மாட்டோம் இறங்க மாட்டோடா இறங்க சொல்லுவான் ചന്ദ്ര ഏതാச்சுം ഇങ്ങോട്ട് എനിക്ക് കയറി കൂടെ ഞാൻ ഉമ്മ ഇരിக்கிறேன் നല്ല പിടിച്ചതാ ഞാൻ ഇങ്ങനെ വിടുന്നില്ല നിങ്ങളെ പാടെ വേറെ ഏതാச்சுം കൂടെ ഉമ്മല കയറി ഉட்காந்துக்கிறேன் ഓ സുഖാണ് സുഖം അടി ഒരു നിമിഷം ഇറങ്ങിടി ഞാൻ വേറെ ഒന്ന് நான் சொல்லி தரேன் இறங்கு ஃபர்ஸ்ட் சொல்லி தரேன் എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാം ടിഎംക്ക് ഇതെന്താ ടിഎംക്ക് ഞാൻ നിന്നെ ചന്ദനം കൊടുക്കാൻ പോണു ഹലോ ചന്ദ്രൻ ബ്രോ ഹലോ പറഞ്ഞ ബ്രോ എന്റെ കയ്യില് വന്നിട്ടുണ്ട് കേട്ടില്ല ഒരാള് മിസ്സിങ് ഇടയിലൊരു ലിങ്ക് ഉണ്ടല്ലോ മിസ്സിങ് ലിങ്കിന് എന്റെ കയ്യില് വന്നിട്ടുണ്ട് മുത്തുപ്പാണ്ടി അപ്പം സംഭവം വന്ന ഉടനെ ഇവിടെ ആയിരുന്നു വന്നത് ആളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ഒരുമാതിരി കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആള് വേറെ ആരുടെ കൈപ്പെടരുത് ചന്ദ്രബോധം ഒന്ന് കൊണ്ടുപോകണം ഇങ്ങനെ ഞാൻ അങ്ങോട്ടേ ശരി കോച്ച് നിങ്ങളവിടെ പോയി நல்லா இருக்கேன் കോച്ച് ഇങ്ങ ഒരു കാര്യം വേണം അർജന്റാ കോച്ച് മാർക്ക് വണ്ടിയിലെ കയറി സീക്രമാ കയറി അതല്ല ഒരു കാര്യം വേണം അർജന്റാ കോച്ച് ഞാനൊരു കേക്കട്ടെ ആ പീറ്ററിനെ നിങ്ങൾ വിട്ട പീറ്ററിനെ എന്തിനാ കോച്ച് പിടിച്ചു വെച്ചേക്കുന്നേ ചന്ദ്ര അല്ല കോച്ച് ഞാനൊരു കാര്യം പറയട്ടെ അവൻ ഒന്നും ചെയ്തിട്ടില്ല അവനെനിക്കറിയാം അവൻ എനിക്ക് പോഷൻ ഡീലിംഗ് ഒക്കെ അവനാ ചെയ്യുന്നത് അവനെ വെറുതെ ഒന്നും ചെയ്യല്ലേ നമ്മളെ ഗ്യാങ്ങിന് അവനെ കൊണ്ട് ഒരുപാട് ഉപകാരമുള്ളതാണ് സോ ദയവ് ചെയ്ത് അവനെ ഉപദ്രവിക്കാതെ അവനെ തുറന്നു വിട് നിങ്ങൾ എന്നെ അവൻ ഇന്നലെ വിളിച്ചിട്ട് നിങ്ങൾ ഫുഡൊന്നും കൊടുക്കുന്നില്ല എന്നെ ഒന്ന് രക്ഷിക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു രക്ഷിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയ രക്ഷിക്കാൻ കോച്ച് അവനെ വിളിച്ചു അവ എങ്ങനെ വിളിച്ചു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ രക്ഷിക്കാൻ വാന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു അപ്പൊ എനിക്ക് വേറൊന്നും അറിഞ്ഞൂടാ കോച്ച് അവനെ എപ്പിടിയാ അവനെ തുറന്നു വിട് അവനെ രക്ഷിക്കാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കും പിന്നെ നിങ്ങൾ വേറെ ഒന്ന് വിചാരിക്കല്ലേ എൻ്റെ അടുത്ത് കാരണം ഞാനിപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ എന്ത് പ്രൂഫ് തരണം ഇവിടെ വാസവന്റെ അടുത്ത് ഞാൻ ടോട്ടൽ കൗണ്ട് ഓഫ് ഗൺസിന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു ഗൺസ് എല്ലാം ഇതുപോലെ പറഞ്ഞാണ് അപ്പൊ വാസവന് അറിയാം ഇപ്പൊ എത്ര ഗണ്ണാ ഉള്ളത് അപ്പൊ ഇനി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിപ്പോ ജസ്റ്റ് അത് മനസ്സിലായില്ലേ ചന്ദ്ര അപ്പൊ അവൻ தான் வந்துட்டு உமல ഫുള്ളാ சொன்னது ഒരാൾക്ക് ഫുഡ് കൊടുക്കാതെ ഇങ്ങനെയൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അയാള് വല്ലതും പറയും அவன் வந்துட்டு இப்ப பறஞ்சிட்டு சந்திரா அதுக்கு முன்பு ஆஃப்டர் தட் நீங்க நாம அந்த இது இருக்குல்ல அது பேர் என்ன கன்சைன்மென்ட்டா இல்ல பிளாக் மணி அந்த டர்ஃப் ஏரியா ஒரு அதுக்குள்ள போயிட்டு நீ ஏதோ டீல் போயிட்டு வந்தல்ல ടർഫാ പോഷൻ ഡീല് ஏதோ ஒண்ணு അവിടെ போயிட்டு வந்தல்ல അവിടെ പോയിട്ട് വന്നதுக்கு அப்புறமா அவன் கூட நான் சம்சாரிக்க ஆரம்பிச்சு ஓகே அப்பதான் வந்து ஓகே ஓகே
அப்பதான் அவன்கிட்ட பறஞ்ச எல்லாத்தையும் அவன் கூட நான் ஜாலியா ஃப்ரெண்டா பழக ஆரம்பிச்சோடனே அவன் எல்லாத்தையும் வளரி மனசிலாயா അവൻ എന്താ ഉള്ളറി அவன் வரலாறு நீ வந்துட்டு நீங்க கன் டீல் பண்ணீங்க 20 கன் டீல் பண்ணிருக்கீங்க இது வரைக்கும் அப்படின்னு அவன் தான் என்கிட்ட ഞാനൊരു കാര്യം പറയട്ടെ തണ്ണി അടിക്കുമ്പോ ആരെങ്കിലും നിജം ചൊല്ലുമാ தண்ணி அடிக்காத போது சொன்னான் அதுக்கப்புறமா தான் தண்ணி வாங்கி கொடுத்து മനസ്സിലായോ തണ്ണി അടിക്കാതെ ഏതാ എനിക്ക് അറിഞ്ഞൂടാ അത് അവനെ കാരണം എനിക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങള് എന്നെ അവന്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ടില്ല എനിക്ക് എന്നാലേ എനിക്ക് അവന്റെ അടുത്ത് കാര്യമായിട്ട് സംസാരിക്കാനും ഇതിനൊക്കെ പറ്റത്തുള്ളൂ ബേസിക്കലി അപ്പോ അവനെ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ ജസ്റ്റ് അവനിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടാ കോച്ച് അവൻ ഇന്ത ഒരു നിലമേൽ അവൻ എന്നെ മുതലിലെ എന്നെ വിളിച്ചേ അതായത് അവൻ ആദ്യം ഒരു പ്രശ്നം വന്നപ്പോ എന്നെയാണ് വിളിച്ചത് അത് വിളിക്കണതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാൻ പറ്റും എന്നെ ഒറ്റ കൊടുത്തെങ്കിൽ അവൻ എന്നെ എന്തിനു വിളിക്കണം അവന് രക്ഷിക്ക വേറെ ആരെങ്കിലും വിളിച്ചൂടെ അതായത് ഇപ്പൊ ഞാൻ എന്താ തപ്പ് ചെയ്തത് അവന്റെ ബോസിനെ അവൻ എങ്കിட்ட പറഞ്ഞു മനസ്സിലായാ നീതാ അവനെ வந்து രക്ഷിക്ക പോണം വേറെ ആര് രക്ഷിക്ക വരും ഞാൻ അവളെ പെരിയ ആളൊന്നും അല്ല മനസ്സിലായില്ലേ അവന്റെ അവൻ എങ്കിட்ட അവൻ அப்படிதான் சொன்னா ചന്ദ്ര ചപ്പടിയൊന്നും ഇല്ല എനിക്ക് അത് ഞാൻ എല്ലാത്തിനും രണ്ട് സൈഡുണ്ട് ഏ സൈഡ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അവൻ സൈഡ് മാത്രം നിങ്ങൾ കേട്ടിട്ട് എൻ്റെ അടുത്ത് ഇത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏ സൈഡ് ഇതാണ് ശരിക്കും അത് വാസോണിന്റെ അടുത്ത് സംസാരിച്ചപ്പോ വാസോൺ ഒന്നും എടുത്ത് പറഞ്ഞില്ല എന്താന്ന് അപ്പൊ അത് എന്താ സെറ്റാക്കാം ചന്ദ്ര ചന്ദ്ര ഇത് മുച്ചിറിയുടെ വാപ്പ ഒറ്റ മിനിറ്റ് എടാ മുച്ചിറിയുടെ വാപ്പയ്ക്ക് അവനിപ്പോ ഇന്നലെ 18 വയസ്സായല്ലോ ഇത് എവന്റെ തന്ത ഷുവർ ചന്ദ്ര കേക്ക് പറയുന്ന കേക്ക് മുച്ചിറിക്ക് ഇന്നലെ 18 വയസ്സായല്ലോ അപ്പൊ വാപ്പയ്ക്ക് ഇവനെ സുന്നത്ത് ചെയ്യിപ്പിക്കണമെന്നൊരു ആഗ്രഹം പിന്നെന്ത് സുന്നത്താക്കണ്ടേനി കോട്ടറ ഏനെന്താ ഹാഫ് ആക്കണ ഹാഫ് സുന്നത്താ തലക്ക് വെളിവില്ലേ ആൾക്കാരടിയുന്ന തുണി കുപ്പായൊക്കെ ഊരിന് എന്ത് പിന്നെന്ത് നിങ്ങ ഫേക്കാന്ന് എല്ലാവർക്കും അറിയാം വായി പത്ത് ഒരു മിനിറ്റ് എന്ത് വായി വെക്ക വെയിറ്റൊക്കെ എന്റെ വായിൽ വെക്കാനൊക്കെ എന്തൊക്കെ പറയണം എനിക്കറിഞ്ഞൂടാ ഓൾറെഡി പറയണേ അത് അവന്റെ അത് ഞാൻ കാര്യം പറയട്ടെ ഇത് മറ്റേ ഒസാനല്ല ചെയ്തത് ഇത് വേറൊരു ഗ്യാങ് ആണ് ചെയ്തത് ഒരു ഗ്യാങ്ങും ഇല്ല ക്വാർട്ടർ ഓൾറെഡി ഹാഫും ഫുള്ളൊന്നും ഇല്ല ഇനി സുന്നത്തിന് ക്വാർട്ടർ മാത്രമേ ഉള്ളൂ മോനെ ഏത് ഗ്യാങ്ങാപ്പ ചെയ്ത് ശരി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എവന്റെ വാപ്പ എന്ന് പറയുന്ന അടുത്ത് എവന്റെ ഫുൾ പേരെന്താ മുച്ചിരി ബ്ലേസ് അത് ചാറ്റ് ഇടുമ്പോ കാണുന്നില്ലേ ട്വിറ്ററില് ഞാൻ ഫേമസ് അല്ലേ നിങ്ങൾ അവനെ ഇട്ടിട്ട് പോയുള്ള കാര്യം എന്താണ് ഞാൻ ഇട്ടിട്ട് പോയതല്ലല്ലോ ചന്ദ്ര ഞാൻ ഓൾറെഡി കൊന്നയാണ് എന്റെ ഉപ്പനെ പിന്നെന്താ ഇയാള് പറയുന്നത് വാസുമോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ പറഞ്ഞെന്ന് പറഞ്ഞ ഇവൻ അവന്റെ ഉപ്പേരെ കൊന്നെന്ന് പറഞ്ഞു പിന്നെ ഇവന് ഫുഡും ഡ്രസ്സൊക്കെ ഞങ്ങളൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കണേ പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ അവന്റെ ഗ്യാങ്ങിൽ കയറ്റിയത് അതിന്റെ കഥ തന്നെയാണ് ഞാൻ വാസുമോനോട് പറഞ്ഞെടുത്തത് പറ 4-ാം വയസ്സിൽ ഞാൻ ഗൾഫിക്ക് പോയതാണ് അപ്പൊ ഇവൻ കൊന്നെന്ന് പറഞ്ഞ ആര് ഓനെ നോക്കാൻ പറ്റിയിട്ടില്ല ഉപ്പനെ കൊണ്ട് അല്ല നിന്റെ അമ്മയുടെ പേരെന്താ പോലീസ് സ്റ്റേഷൻ ഹലോ വാസണ്ണ ഹലോ ബ്രോ ഹലോ അതെന്താ ടിവിയെ കണക്ട് ചെയ്തിട്ട് அது ஏது கேங்கு ஏஎன்பி ஓ அவங்களோட இன்னைக்கு இது கேங் அது பேர் എന്താ கேங் ஹவுஸ் ஓபனிங் വാസണ്ണ ഞാൻ ഇപ്പോ വരാവേ ഞാൻ ഇപ്പോ ഹലോ ഹലോ കോച്ച് ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് പോരാ ബോസണ്ണൻ 5 കോടി കൊടുക്കാന്ന് പറഞ്ഞ ഇപ്പൊ 5 കോടി ഇല്ലാതെ എന്റെ കൂടെ നിക്കത്തില്ലെന്നാന്ന് പറയുന്നത് വേണ്ടിയാണ് എടാ 5 കോടി നീ ഒന്ന് കാശ കൊടുത്ത് സെറ്റ് ആയിട്ടില്ലേ പോരാ ഞാൻ